ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ART Hills. അപ്പോൾ കുറേ നാളെ ഞങ്ങൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്നെന്തായാലും ഞങ്ങളൊരു ചെറിയ ചാലഞ്ചൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒത്തിരി പേര് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു ചാലഞ്ച് തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. വിസ്പർ ചാലഞ്ചാണ് ഇതിനെ പറയുന്നത്. ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആര്യയുടെ ഒരു ഐഡിയ ആയിരുന്നു. കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുവിടാൻ തോന്നി. എനിക്ക് ആദ്യം ഐഡിയ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഐഡിയ അല്ലായിരുന്നു, പക്ഷെ വീഡിയോ കണ്ടുവന്നപ്പോൾ ഒരു രസമുണ്ട്. പിന്നെ ഇവിടെ തോപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അത് നമുക്ക് കണ്ടറിയാം ആരാണ് ജയിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പോകുന്നത്. 10 വാക്കുകൾ പറയും. എന്നിട്ട് ഒരാൾ ഇവിടെ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫുൾ വോളിയത്തിൽ വെച്ചേക്കും പാട്ട്. എന്നിട്ട് ഞങ്ങൾ ടൈമറും സെറ്റ് ചെയ്തിട്ടുണ്ട്. 30 സെക്കൻഡ് ആണ് ഒരു വാക്ക്. അത് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ് പറഞ്ഞില്ലെങ്കിൽ ആൾ തോക്കും. ഇത് തോക്കും. ഇതിലും കുറെ വാക്കുകളായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉള്ള വാക്കായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ച് പാടാക്കി മീശയും താടിയൊക്കെ വാ തുറന്നല്ലേ സംസാരിക്കണത്. ഇങ്ങനെ വാ അടച്ചു വെച്ച് സംസാരിക്കാൻ എനിക്ക് മനസ്സിലാവൂല. അല്ല, ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോ ചാലഞ്ചിന് വേണ്ടി ഞാൻ സ്വന്തമായിട്ട് വെട്ടാനൊന്നും നടക്കത്തില്ല. എന്നാലും വാ തുറന്ന് സംസാരിക്കണം എന്നാലും എനിക്ക് മനസ്സിലാവും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സംസാരിക്കും. ഞാൻ ജയിക്കാനല്ലേ നോക്കുള്ളൂ. പിന്നെ ഞാൻ വാ തുറന്ന് സംസാരിച്ചിട്ട് ആ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്രയും നേരം ഞാൻ സംസാരിച്ച് നിങ്ങൾക്കല്ല എന്റെ വാ തുറക്കുന്നത് വാനങ്ങുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരെ ചാലഞ്ചിലുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഒരു റീലായിരുന്നു. കഴിഞ്ഞ ഒന്നല്ല 2-3 വീഡിയോ ഡാൻസിന്റെ ആയിരുന്നു. അതിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാരും നല്ലതായിട്ട് സപ്പോർട്ട്. ഞങ്ങളെ ഡാൻസ് കാണുന്ന കുറെ പേര് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വേറെ ഞങ്ങൾക്ക് പുറത്ത് പോയി ചെയ്യാനൊന്നും വഴിയില്ല. അപ്പൊ പിന്നെ വീട്ടിൽ തന്നെ നിന്നിട്ടൊരു ഡാൻസ് ചെയ്യാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഈ മിക്ക ഡാൻസ് വീഡിയോകളും ഒരെണ്ണം നേരത്തെ എടുത്തതാണ്. കഴിഞ്ഞ 2 വീഡിയോയും ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയ സമയത്ത് എടുത്തതാണ്. നമ്മളെ വീട്ടിൽ തന്നെ ആയിരുന്നു, ഒരിടത്തും പോയില്ല. അപ്പോൾ പിന്നെ ഡാൻസ് ക്ലാസ്സിനും അങ്ങനെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഉള്ള ഒരു ചെറിയ സംഭവമായിരുന്നു. എന്തായാലും എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് നടത്തുന്നത് അതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ഈ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും കൊടുക്കാൻ നോക്കാം. അപ്പോൾ കാണാനല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോം പേജിൽ പോയ 2ാമത്തെ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് എടുത്ത് നോക്കി അതിലുള്ള 2ാമത്തെ വീഡിയോ 2 വീഡിയോ അത് തന്നെയാണ്. അപ്പം നമുക്ക് ചാലഞ്ചിലോട്ട് പോകാം. അപ്പം നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനോട് പറഞ്ഞുതരാൻ പോവാണ്. ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയണം, എന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്. ഇവ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തോറ്റു കഴിഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എനിക്ക് എന്റെ വാ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ചാലഞ്ചിലോട്ടോ. പാട്ട് പ്ലേ ചെയ്താ കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ കള്ളത്തരം കാണിക്കും. ഓ, എന്നിട്ട് പറഞ്ഞതിന് ശേഷം ടൈമർ ശരി പ്ലേ ചെയ്യ്. പാട്ട് എനിക്കിവിടെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒന്നും കേൾക്കാൻ വഴിയില്ല. കേക്കാവോ? കേട്ടൂടാ ഉറപ്പായി കേട്ടൂടല്ലോ. അപ്പൊ ആദ്യത്തെ വാക്ക് ഞാൻ പറയാൻ പോണു. നീ ബുക്ക് വെച്ച് മുഖം മറക്കി. അപ്പൊ ആദ്യത്തെ വാക്ക് ഞാൻ പറയാൻ പോവാണ്. ആദ്യത്തെ വാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല എന്നാണ്. കേട്ടോ, ആറ്റുകാൽ പൊങ്കാല എന്നാണ്. ഇവക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന സംഭവം. ഇവിടെ സ്ഥിരമായിട്ട് പോണാണ്. ഇനി എന്ത് പറയാൻ നമുക്ക് നോക്കാം. അപ്പം ചാലഞ്ച് തുടങ്ങാൻ പോണേ. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. റീസെറ്റ് ചെയ്യാം പോരെ? ഒന്നുമില്ല. എന്റെ അമ്മോ, റീസെറ്റ് ചെയ്യണം. അവൾ ആദ്യം കണ്ടില്ലെന്നോ. ആന പറ സമയം. മുയലാന ആന മുയലോ എന്താ? കഴിഞ്ഞു. കുഴപ്പമില്ല. നീ 5 സെക്കൻഡ് കൂടെ എടുത്തോ. ആന പുലയോ? ടൈം കഴിഞ്ഞല്ലോ. എന്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് കുറച്ച് ചിരി വന്ന്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ചിരിച്ചു. അതിന് വേണ്ടി 49 സെക്കൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. 30 സെക്കൻഡാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല
അതിനെയാണ് ഇവിടെ ആന മുയലെന്ന്. അതെനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആന മുയൽ. അപ്പം എന്റെ സ്കോർ ഒന്നായിട്ടുണ്ട്. ഇതാണോ അപ്പൊ മറ്റേ വാക്ക്? ഇതായിരുന്നു മറ്റേ വാക്ക്. ഇത് ഞങ്ങൾ 2-3 ദിവസം ടെസ്റ്റ് ചെയ്തായിരുന്നു. അതായത് ചോറൊക്കെ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ചുമ്മാ കളിച്ച്. അപ്പൊ ഞാൻ ഈ വാക്ക് ചുമ്മാ പറഞ്ഞു നോക്കിയതാണ്. ഇവക്ക് കിട്ടിയില്ല. ഇവിടെ കുറെ വേറെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേ ഈ വാക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ സ്കോർ എന്താ പോയി? ഇനി എന്റെ ചാൻസ് അല്ലേ? സൈഡിലോട്ടൊക്കെ ഇട്ട് പാട്ട് ആദ്യം തൊട്ടോ കേട്ടോ. ഇത് ഒച്ചത്തില് പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞു കൊടുത്തു. ആദ്യം തൊട്ടേ ഫുൾ സൗണ്ട് കേക്കാവോ? കേക്കാന്നോ? പാട്ട് കേൾക്കാം. അങ്ങോട്ട് തിരിഞ്ഞ, അങ്ങോട്ടല്ല അങ്ങോട്ട് ഓളെ നോക്കല കേട്ടോ. ആദ്യം പറയാൻ പോകുന്നത് ഇന്ന് കുളിച്ചോ, അതാണേ. ഓക്കെ, ഇന്ന് കുളിച്ചോ. ഓക്കെ, തുടങ്ങട്ടെ. ഇന്ന് കുളിച്ചോ. പറ. തല ആട്ടല്ലേ? കെട്ടിയോനാ? ഒളിച്ചോട്ടോ? കഴിഞ്ഞ് ടൈം കഴിഞ്ഞ്. എനിക്കൊരു പോയിന്റ് കിട്ടിയേ. എന്തായിരുന്നു? ഇന്ന് കുളിച്ചോ. ഇത് അയ്യേ, ഡ്രസ് മാറ്റിയതൊക്കെയാണോ ചോദിക്കാൻ പോണേ? അങ്ങനെയൊന്നുമില്ല. എന്ത് വേണോ ചോദിക്കാന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് കോൺവെർസേഷൻ വരുന്ന എന്ത് കാര്യം ചോദിക്കാന്നാണ് പറഞ്ഞത്. ഞാൻ എക്സാമ്പിളും പറഞ്ഞു തന്നായിരുന്നു നേരത്തെ. ഞാനിങ്ങനത്തെ ചെയ്തിട്ടില്ല. കുളിച്ചോന്നൊക്കെ ചോദിക്കുന്നു. ഞാനാണെങ്കിൽ വല്ലപ്പോഴും കുളിക്കാറുള്ളൂ. പോ. അല്ല, ഇത് 1-2 മാത്രം ഞാൻ അങ്ങനെ നമ്മള് സെന്റൻസ് ആയിട്ട് ചെയ്തു. ബാക്കിയൊക്കെ പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, ഒന്നല്ലേ നമ്മളെ പിടിക്കും. നമുക്കിനി നല്ല കിട്ടില്ല വാക്കുകളൊക്കെ ഇരിക്കല്ല കയ്യിലോ. നിക്ക് ഞാൻ മറന്നു. അപ്പൊ അടുത്തതാണ് 2ാമത്തെ റൗണ്ടായി. 10 റൗണ്ട് ഉണ്ട്. 2ാമത്തെ റൗണ്ടാണ് അതില്. സ്കോർ 1-1 ഇപ്പൊ. പച്ചക്കുതിര ആണ് മിക്കവാറും പറയത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. കഴിഞ്ഞല്ലേ? ടൈമർ ഇടാൻ പോണേ. പച്ചക്കുതിര. പറഞ്ഞു അതാണ് കണ്ടുപിടിക്കാൻ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവള് 10 സെക്കൻഡിൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ പിടിച്ചില്ലെങ്കിൽ പണി വാളും. അതെങ്ങനെ കിട്ടി? ഇപ്പൊ എന്റെ മീശയും താടിയൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ എന്റെ മീശയും താടിയൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് കറക്റ്റ് പറയാൻ പറ്റും. ആൻസർ തെറ്റുമ്പോ മാത്രം പറയാം എന്റെ മീശ വഴിയിരുന്നു, എന്റെ താടി വഴിയിരുന്നു. കുളിയുന്നതിനെയൊക്കെ തന്നെ തിരിയട്ടെ. പാട്ടിട്ടിട്ടില്ല കേട്ടോ നീ. മനസ്സിലായി. ഒരു കൊടുക്കാം. കണ്ണട. 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 എന്തോ അങ്ങനെയാണ് വാക്ക്. കടലേ? മനസ്സിലാവുന്നില്ല. നല്ലതാ. കഴിഞ്ഞു. ഇതുപോലെ പുളി തന്നെയായിരിക്കും, എനിക്ക് ഉറപ്പാ. കണ്ണട. നീ കാണിച്ച കണ്ണട. പിന്നെ ഇത് കണ്ട ആർക്കും മനസ്സിലായി. ഞാൻ കറക്റ്റ് വാ തുറന്ന് പറഞ്ഞു. കണ്ണട. കണ്ട കണ്ണട. നിങ്ങളെല്ലാം കാണുന്നില്ല. ഞാനും കാണും. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും കാണും. ഞാൻ വാ തുറന്നാണ് പറഞ്ഞത്. നല്ല പോലെ വാ തുറന്നാണ് പറഞ്ഞത്. കായാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ കണ്ണടയിലോട്ടൊന്നും പോലും ഇവിടെ നല്ല പഠിച്ചു വെച്ചിട്ടാണ്. നീ കടല പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് തന്നെ വാന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്തോട്ട് വരുന്നു.
അപ്പൊ 2 ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 1 പോയിന്റും 0 പോയിന്റും. നമ്മള് പഠിച്ചേട്ടാ. ഫസ്റ്റ് ഞങ്ങൾ ഇന്ന് ടെസ്റ്റ് നടത്തിയ സമയത്ത് എല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണ് ചോദിച്ചു. ഇപ്പൊ ഏതൊക്കെ കട്ട ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വന്നിരിക്കണം. താഴെ ക്വസ്റ്റ്യനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാ വന്നത്. ആരെയൊക്കെ സഹായം കിട്ടി? ആരും സഹായിച്ചില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു കണ്ടുപിടിച്ചതാ. പാട്ട് റെഡി. ഇങ്ങനെ പാട്ടിടാതെ വന്നിട്ട് നൈസായിട്ട് പറയാം. നേരത്തെ ഇത് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇത് ഇനി ഞാൻ അടുത്ത പറയുമ്പോൾ ഇവളുടെ ഫേവററ്റ് ബ്രാൻഡുകളിലൊന്നാണ് നൈക്ക എന്നാണ്. കേട്ടാ? അവൾ കേട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇടയ്ക്ക് പാട്ടൊന്ന് സ്ലോ ആയി. എന്തായാലും നോക്കാം. ടൈമർ ഇടാണ്. നീ ആന എവിടൂലേ? ഡയാന പറ. മൈന ചീത്ത കേട്ടി. ചൈന നയന നാന നയ്യ നയൻ. തീർന്നു. അപ്പം ഞാൻ എന്റെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. എന്താ നൈക്ക പൊട്ടിച്ച്. നൈല എന്ന് വരെ പറഞ്ഞു, പക്ഷെ ഒരക്ഷരം മാറിപ്പോയി. അപ്പൊ എന്റെ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സ്കോർ എന്താ വന്നു? അല്ല, ഉത്തരം പറയുമ്പോ അല്ലേ? ഉത്തരം പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്റെ അക്കൗണ്ട് തുറന്നില്ല. ഞാൻ പറയുന്നതിൽ ഉത്തരം പറഞ്ഞാൽ മാത്രമേ പോയിന്റ് ഉള്ളൂ. കമ്പിളി പുതപ്പ് കേട്ടിട്ടല്ലേ? കമ്പിളി പുതപ്പ്. എന്തോ കമ്പിളി പുതപ്പ് കിട്ടി. എളുപ്പമുള്ള ഞാൻ പറഞ്ഞത്. റെക്കോർഡ് ടൈം. ഞാൻ അവള് 10 സെക്കൻഡ് ആണെങ്കിൽ ഞാൻ 8 സെക്കൻഡ് പറഞ്ഞു. ഞാൻ എളുപ്പമുള്ള വാക്കൊക്കെ പറഞ്ഞു. കമ്പിളി പുതപ്പ് നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? കമ്പിളി പുതപ്പ്. എനിക്ക് എന്തായാലും എന്റെ അക്കൗണ്ട് തുറക്കാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ നാണം കിട്ടുപോയി. ഞാൻ എന്റെ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 1-1 ഡ്രോ ആക്കിയിട്ടുണ്ട്. എത്ര റൗണ്ട്? 3 അല്ലേ? അപ്പൊ 4ാമത്തെ റൗണ്ടിലോട്ട് പോവാണ്. ഇനി നമുക്ക് 6 റൗണ്ടും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജയിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് വന്നുകൊണ്ട് ഏറ്റവും പാടുള്ള എൻ്റെ ഇട്ടിരിക്കുന്നതാണ് പെട്ടി ഓട്ടോറിക്ഷ എന്നാണ്. അത് കുറച്ച് വലുതാണ്. അപ്പോൾ അവൾ എന്തായാലും എൻ്റെ വിശ്വാസം. കഴിഞ്ഞെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ. ടൈമർ ഇടാണ്. എന്താ പെട്ടി പെട്ടി ഓട്ടോറിക്ഷ? ഇത് പക്ഷെ ട്വിസ്റ്റ് ആയിരുന്നു. ഇത് ഞാൻ പറയുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. പക്ഷെ അവൾക്ക് ആ പെട്ടി കിട്ടി. അതാണ് വലിയ. ആദ്യം അവള് ലാസ്റ്റ് റിക്ഷയോടെ പറഞ്ഞു അത് കിട്ടി. പെട്ടി പക്ഷെ അവള് കറക്റ്റ് ആയിട്ട് ഗ്രാബ് ചെയ്തു. അത് നമ്മള് പെട്ടിയോടെ റിക്ഷ ഒന്ന് ഫീൽ ചെയ്തു. അപ്പൊ അത് പോയി. ഞാൻ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന സാധനം. നമ്മൾ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ച സാധനമാണ്. പക്ഷെ നമ്മള് കണ്ടുപിടിച്ചോളൂ. ഇനി ജയിക്കുന്ന കാര്യം പാടായിരിക്കും. പക്ഷെ ഞാൻ ജയിക്കും. ഞാൻ അവസാനം വരെ പോരാടും. 1 ഉണ്ടല്ലോ, 0 ഒന്നുമല്ലല്ലോ. അത് എളുപ്പമുള്ള ഞാൻ പറഞ്ഞുണ്ട്. പിന്നെ ഇത് പിന്നെ എളുപ്പമായിരുന്നില്ലേ? തലയിണ തലയിണ ചാട്ടേട്ടാ. തേയില തിന്ന തെങ്ങ് നേരെ പറ. തേങ്ങ തേയില തല തല കഴിഞ്ഞ അടുത്തവരെ എത്തിയേട്ടാ. തലയിണ. അയ്യോ വെച്ചാണ് എനിക്ക് കിട്ടി. തല പറഞ്ഞ് തല വരെ പറഞ്ഞു. രണ്ടാമതേനല്ലോ എപ്പോഴും. കുഴപ്പമില്ല. എനിക്ക് 1 ആയി. 0 ഒന്നുമല്ല. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് 2 പേരെ പറ്റി പറയാനുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.
രണ്ടുപേര്. മണിച്ചിത്ര താഴെ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, നമുക്ക് ഇഷ്ടമാണ്. അതാണ് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടോ. തക്കാളി മണിച്ചിത്ര താഴ്. വാ തുറന്ന് പറ. മണിച്ചിത്ര താഴ്. മണിച്ചിത്ര താഴ്. മണിച്ചിത്ര താഴ്. മണിച്ചിത്ര താഴ്. ആഴ്. മണിച്ചിത്ര താഴ്. മണിച്ചിത്ര താഴ്. മണിച്ചിത്ര താഴ്. ഡാർക്ക്. ഇവളെല്ലാം പറയുന്നുണ്ട്, ഇന്നലെ ഒന്നും പറയുന്നില്ലായിരുന്നു. 2-1 2-1 ഞാൻ ഉത്തരം പറഞ്ഞു 3-1. അപ്പോൾ ഞാൻ കാണിച്ച കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇത്രയും നേരം ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞിരുന്നപ്പോൾ പലതായിട്ട് കണ്ടുപിടിക്കുന്നില്ലായിരുന്നു. ഇത് സൗണ്ട് ഇത്തിരി പറഞ്ഞത് നമുക്ക് കാര്യം കിട്ടി. ഇനി വീണ്ടും നമ്മൾ രഹസ്യമായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൽ ഞാൻ പിടിച്ചില്ലെങ്കിൽ ഞാൻ തോന്നി, കാരണം 3-ആയി. അല്ല, ഇനി ഞാൻ പറയണ പോലെ ഇരിക്കുമല്ലോ. അല്ല, ഇതിൽ ഞാൻ പിടിക്കണം. ഇതിൽ പിടിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് റൗണ്ട് പോകും. ഇത് ഓണാക്കിയിട്ടില്ലേ പാട്ട്? കുഴപ്പമില്ല, പിടിക്കാം. ഓക്കെ, പ്ലേ ചേട്ടാ. മഴവില്ല്. 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 പുതിയ റെക്കോർഡ് 5 ഞാൻ നേരത്തെ പറഞ്ഞ വല്ലതും കേട്ടാ? എങ്ങനെ പറയില്ല കേട്ടോ, ഞാൻ ആൻസർ പറയുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞതാണ്. മഴവില്ല് ഉദ്ദേശം നീ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്റെ വാഹനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മഴവില്ല് ഭയങ്കര സിമ്പിൾ അല്ലേ? ഇനി അങ്ങനെ കൊടുക്കണ്ട, ഞാൻ വേറെ കട്ടോൾ. അപ്പൊ 3-2 പിടിച്ച്. ഡോറുടെ റൗണ്ടായിരുന്നു ഞാൻ. എത്ര വാക്കായി നമ്മള്? 5. 5 ആണോ? ഓക്കെ. 6 ഉണ്ടായിരുന്നു. സമയമുണ്ട്. 5 കൂടെ. നല്ല വാക്ക് തരണം, എനിക്ക് മനസ്സിലായി. നിനക്ക് നല്ല വാക്കില്ല, നീ ഇതിൽ എത്ര പെട്ടെന്ന് ആൻസർ പറയുന്നു? അല്ലെങ്കിൽ നീ പറയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ അവൾ ആൻസർ പറഞ്ഞിട്ട് അവള് പറയണ ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ മാത്രം നീ പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ല. പ്ലേ ചേട്ടാ, എന്റെ നല്ല സാധനങ്ങളെല്ലാം ലിസ്റ്റ് തീർന്നു കേട്ടോ. ഇനിയുള്ള എല്ലാം എളുപ്പം പറയുന്ന സാധനങ്ങളാണ്. ഞാൻ പ്ലേ ചേട്ടാ. ഓ, പ്ലേ ചെയ്തോ? പ്ലേ ചെയ്തു. ആര്യക്ക് ഇതുവരെ റീൽസ് കിട്ടിയിട്ടില്ല കേട്ടോ. പലർക്കും കിട്ടിയെങ്കിൽ ആര്യക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതാണ് അടുത്തത്. അല്ലേ? വാ തുറക്ക്. ലേസ്, റൈസ്, ഹേസ്, അതൊന്നും പറഞ്ഞു തരൂല. റൈസ്, ലേസ്. സമയം 3-3 അല്ലേ? അല്ല 3-2 അല്ലേ? 3-3 എന്തായിരുന്നു വാക്ക്? റീൽസ്. റീൽസ് വരെ നീ എത്തി, പക്ഷെ റീൽസ് പറഞ്ഞില്ല. ഇന്നും കൂടെ ഞങ്ങൾ സംസാരിച്ചോളൂ. ഇന്നും കൂടെ പോയിന്റ് ഒന്നും ആയിട്ടില്ല. ഉത്തരം പറഞ്ഞാലേ പോയിന്റ് ഉള്ളു. ഇപ്പൊ 3-2 തന്നെ. ഓ, 3-2 അല്ലേ? ഇതില് ഞാൻ പിടിച്ച ഡ്രോ. ഇല്ല, വരില്ല. ഉള്ള ഏറ്റവും പാടുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ള മുഖത്ത് കാണുന്നുണ്ട്. തിരികെ കയറ്റി വെച്ചോ. ഈശ്വരാ, ഇത് കിട്ടണേ. പാട്ടിട്. അടുത്ത ഒരു സെന്റൻസ് ആണ് കേട്ടോ. ഞാൻ പറയട്ടെ. ഇതാണേ പറയുന്നത്. ഞാൻ പറയട്ടെ. സ്റ്റാർട്ട് ചെയ്യുവാണേ. തലമണ്ട. തലമണ്ട. ചാർമിനാർ. ചാർമിനാർ.
എന്തോന്നായിരുന്നു? ഞാൻ പറയട്ടെ, ഇതൊക്കെ എന്തോ പൊട്ട വാക്കുകൾ. ഇത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പറഞ്ഞാൽ ഇവള് പറഞ്ഞോ ഞാൻ കുളിച്ച, ഞാൻ പറയട്ടെ ആ രണ്ടെണ്ണേ ഉള്ളൂ. തലയാണ് തലമുണ്ട അതൊന്നും ഞാൻ പറഞ്ഞില്ല. പോലെ നന്നായിട്ട് പറഞ്ഞ കമ്പിളി പദം അത് ഞാൻ ബാക്കിയില്ല. ഞാൻ കുളിച്ച തല രണ്ടെണ്ണം മാത്രം ഞാൻ സെന്റൻസ് പറഞ്ഞു, ബാക്കി എല്ലാം വേർഡ്സ്. തലയിണ എന്തെന്നാണ്? തലയാണ് കുഴപ്പമില്ല. ഇതെന്ന് തോന്നുന്നു ഞാൻ കുളിച്ച തല മണ്ട തല ചൊറിഞ്ഞ അയ്യേ പൊടി കൊള്ളത്തില്ല. ക്വാളിറ്റി ഇല്ലാത്ത വാക്കുകൾ ജയിക്കാൻ വേണ്ടി കണ്ട പൊട്ട വാക്കുകളല്ലേ. പൊട്ട വാക്കൊന്നും അല്ല പറയാൻ പോണേ ഉള്ളു, ഞാൻ പറഞ്ഞില്ല. ആദ്യത്തൊന്നോട് ഇട്ട പാട്ട്. ഓക്കെ, അതിട്ടിട്ട് ഞാൻ പറയാം ഇട്ടാ. അടുത്തത് പാത്തൂസ് എന്നാണ്. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ ലേറ്റ് വിഷാണ്. ഹാപ്പി ബർത്ത്ഡേ പാത്തൂസ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ വിഷ് ചെയ്യുന്നേ ഉള്ളൂ. ആര്യയുടെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ചെറിയ സബ്സ്ക്രൈബറും കൂടെയാണ്. അവൻ്റെ പേരാണ് പറയാൻ പോകുന്നത്. ഇത് അവൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവൾ പോയി ചത്ത് കളയുന്നതാണ് നല്ലത്. അതവളെ കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാം. അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, അവളെ പോയി തൂങ്ങി ചത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളൊന്നാണ്. അപ്പൊ അത് പറഞ്ഞില്ലെങ്കിൽ വളരെ മോശം. ഞാൻ ഇത് പറയാൻ ആദ്യം വിചാരിച്ചാണ്, പിന്നെ പെട്ടെന്ന് നീ കണ്ടുപിടിക്കാൻ. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞാടാ നീ ഒരുപാട് പാടുള്ളതെന്ന് ഇടല്ലേ, എനിക്ക് പൂജയായി പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ആൻസർ പറയണമല്ലോ. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനം എന്തായാലും ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടതായിരുന്നു. അതവള് പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. പറഞ്ഞില്ലെങ്കിൽ അതുപോലെ എളുപ്പമുള്ളായിരുന്നു മഴവില്ല്. മഴവിൽ അങ്ങനെ എളുപ്പമല്ല, ഞാൻ പറഞ്ഞതാ. മഴവിൽ ഞാൻ പറയില്ലെന്ന് വിചാരിച്ചിട്ടതാണ്. ഞാൻ അല്ല എളുപ്പമുള്ള ഒരെണ്ണം കിടക്കട്ടെ വിചാരിച്ചിട്ട്. 3-2 എന്നല്ലേ? 3-2 പിന്നെ നിനക്കപ്പൊ 2 എനിക്കപ്പൊ 2 വീഡിയോ ഉണ്ട് കേട്ടാ. അയ്യ അങ്ങനെ കള്ളത്തിനൊന്നും പറയാനില്ല, വീഡിയോ ഉണ്ട്. മഴവില്ല് പറഞ്ഞു, മഴവില്ലും പറഞ്ഞു, നീ ആദ്യം പറഞ്ഞു, കമ്പിളി പുതപ്പും പറഞ്ഞു 2. അപ്പൊ എനിക്ക് 4. അങ്ങനെ 4. ഞാൻ പച്ചക്കുതിര പറഞ്ഞ, ഓട്ടോറിക്ഷ പറഞ്ഞ്, മണിച്ചിത്രത്താഴ് പറഞ്ഞ, പാത്തു പറഞ്ഞു. 4-2. അപ്പൊ ഞാൻ തോറ്റു. നീ ഇപ്പൊ ജയിക്കാൻ പറ്റില്ല. എന്നാലും കളിക്കും. എന്നാലും ഞാൻ പറയണനുസരിച്ചിരിക്കൂലേ? ഇല്ല, ഞാൻ ചിലപ്പോ 10-ല് 4 ഒരു ക്വസ്റ്റ്യൻ കൂടെ കിട്ടി. അങ്ങനെ 5 ആയില്ലേ? എനിക്ക് ഞാൻ ജയിക്കാൻ വേണ്ടിയുള്ള കളി ഞാൻ അപ്പഴേ പറഞ്ഞു. വെറുതെ തലയായിട്ടാണ്, ഞാൻ പാട്ടിട്ടിട്ടില്ല, എനിക്കറിയാം. കസേര കസേര കഴിച്ചില്ല. നീ വാ തുറന്നല്ല പറയുന്നു. എന്തോ കഴിച്ചില്ല. എന്തോ മനസ്സിലാവുന്നില്ല. കഴിച്ചില്ല. എന്തോ ഇല്ല. ഒയ്യോ 38 മിനിറ്റ് ഞാൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ താടിയൊന്നും അല്ല ശരിക്കും പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവള് സാധാരണ ഞാൻ നോക്കി നിങ്ങക്ക് മനസ്സിലാവുന്നൊക്കെ നല്ല മനസ്സിലായ ഒന്നും മനസ്സിലായില്ല. കസേര എങ്ങനെയാണോ മനുഷ്യർ കസേര എന്ന് പറയുന്നത്? എല്ലാവർക്കും മനസ്സിലായി, ഭയങ്കര കസേര. നീ പറയുന്നതിനെ ഞാൻ കസേര പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞപ്പോ വിചാരിച്ച് ലായാണെന്ന്. എന്റെ രായും ലായും ഒരുപോലെ തോപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ചുമ്മാ. ഇവള് പറയുന്ന വാക്ക് വേറെയാണ്, വാക്കിയാ പറ്റി പറയുന്നുണ്ട് അറിയാനും പറ്റില്ല. നീ ഉറക്കണോ? എന്തെങ്കിലും സൗണ്ട് കേൾക്കും, അവർക്ക് കേൾക്കാം. എന്നാ നിനക്കോളാം. ആർക്കും ഇഷ്ടമില്ലാത്ത വേറൊരു സാധനം ഡിസ്ലൈക്ക് ബട്ടൺ. ഞങ്ങളുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് 2-3 പേരൊന്നും എപ്പോഴും വേണമെന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്കത് വിഷയമല്ല, പക്ഷേ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 പേര്. മിക്ക വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, 2 പേര് ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്തത്. ഡിസ്ലൈക്ക് 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 ഡിസ്ലൈക്ക്. ഇവക്ക് കേക്കാം. അത് തന്നെ ഇവക്ക് കേക്കാന്ന് എനിക്ക് നല്ല ഡൗട്ട്. ഇല്ല സത്യം ഫുൾ വോളിയത്തിൽ ഡിസ്ലൈക്ക് എങ്ങനെ കിട്ടി? ഞാൻ SI എന്നാണ് ആദ്യം കേട്ടോ. അപ്പൊ അല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ വായിക്കാത്ത നോക്കിയപ്പോ
ഇങ്ങനെ കണ്ട് കള്ളത്തരം ഇവള് കേട്ടെന്നാണ് ഇല്ല, സത്യമായിട്ട് ഒരു സത്യമായിട്ട് കേട്ടില്ല. ബന്ധമുള്ള അതിന്റെ അടുത്ത് പോണ വാക്ക് പോലും പറയാം. പെട്ടെന്ന് നിങ്ങൾ ഡിസ്ലൈക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവള് ഞാൻ മറ്റേ നേരത്തെ പുറത്തു പോയ സമയത്ത് എന്റെ ബുക്ക് എടുത്ത് തുറന്നു നോക്കിയിട്ടുണ്ട്, എല്ലാം പറയുന്നുണ്ട്. കള്ളത്തരം ഞാൻ നോക്കിയൊന്നുമില്ല, സത്യമായിട്ട് ഞാൻ നോക്കിയില്ല. പറഞ്ഞതാണെങ്കിൽ ഇവള് ഒന്നര കള്ളത്തരായിരുന്നു. എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു എന്റെ മീശ ഇരിക്കുന്നു, എന്റെ താടി ഇരിക്കുന്നു, ഒന്നും കാണുന്നില്ല എന്ന് എല്ലാം പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് ഞാൻ നിനക്ക് എളുപ്പമുള്ളത് എനിക്ക് വേണ്ട, നീ പാടുള്ള വെച്ചത് ആണല്ലോ. ആണ്. ഞാൻ തന്നെ വെക്കുന്നു പിന്നെ. നീ എത്ര 3 ദിവസം കൂടെ അയ്യേ ഇതൊന്നും ഒരു വിഷയമല്ല. ഇടുവാണേ, കേക്കാവോ? അങ്ങോട്ട് തിരിഞ്ഞു. അടുത്ത് കൊടുക്കാൻ പോകുന്നത് പട്ടിക്കുട്ടി. എളുപ്പമുള്ളതാണേ, പട്ടിക്കുട്ടി. അറിയട്ടാ, പട്ടിക്കുട്ടി. അടുത്ത റെക്കോർഡ് 3 സെക്കൻഡിൽ പറഞ്ഞു. അത് ഞാൻ എളുപ്പമുള്ള കണ്ട, ഞാൻ എളുപ്പമുള്ള കൊടുത്തേ. ഇതുപോലത്തെ ആണെങ്കിൽ ഞാനും പറഞ്ഞില്ല. അല്ലാതെ ഞാൻ കുളിച്ചെന്നാ ചോറ് കഴിച്ചെന്നൊക്കെ ചോദിച്ചാൽ ഞാനിവിടെ എന്നടുത്ത് ചോദിച്ചത് എന്തോന്ന് മണിച്ചിത്രത്താഴ്, അതൊക്കെ ഞാൻ സാധനം മണിച്ചിത്രത്താഴിനെ പറ്റി അറിയാത്ത മലയാളികളാണ്. പിന്നെ വിസ്പർ ചാനലിൽ മണിച്ചിത്രത്താഴ് അറിയാൻ വേണ്ടുന്ന മലയാളികളല്ലേ ഇരിക്കുന്നത്. എനിക്ക് ഒരെണ്ണം കൂടെ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? റെഡിയായോ? പാട്ടിട്ടാ? എന്തായാലും ഞാൻ ജയിച്ചു. അവള് ജയിച്ചു, ഞാൻ വിജയല്ല. ഇനി അടുത്ത എനിക്ക് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ എന്തായാലും ഞാൻ പറയും. ദൈവമേ പറയാൻ പറ്റണേ. പാട്ടിട്ട് ഇതാണ് എൻ്റെ ഹൈലൈറ്റ് ഇന്നത്തെ. നമ്മുടെ അശ്വിൻ ഭാസ്കറിൻ്റെ ഹെവി ഐറ്റമായ എൻറ്റിറ്റ്യൂസ് ആൻഡ് ദ കോൺ ആൻഡ് ദ ബോൾ ആൻഡ് ദ ബാക്ക്. അത്രയും ഞാൻ പറയുന്നില്ല. എൻറ്റിറ്റ്യൂസ്, ടൂൺ, കോൺ, ബോൾ ആൻഡ് ദ ബാക്ക്, അത്രേ ഉള്ളൂ. ഇത് നീ പറയൂലടി. Coon and the tune and the ball and the back. Entities, tune and the cone and the ball and the back. Back. Entities, tune and the cone and the ball and the back. Entities and the cone and the back. Correct ആയിട്ട് പറ. അതെനിക്ക് ലിറിക്സ് അറിഞ്ഞൂടാ. Ball and the back. Entities, tune and the cone and the ball and the back. Tune and the cone and the back. അതെനിക്ക് ഞാൻ പറഞ്ഞു. Tune and the cone and the ball and the back. Tune and the cone and the Entities മൊത്തം പറയണം. പറ. Entities, tune and the cone and the ball and the back. നേരെ പറ. Entities, tune and the cone and the ball and the back. മോളാ നേരെ പറ. നിനക്ക് ഇത്ര സെക്കൻഡ് കൂടുതൽ. എനിക്ക് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്. ആൻസർ എൻറ്റിറ്റ്യൂസ്, ടൂൺ ആൻഡ് ദ കോൺ ആൻഡ് ദ ബോൾ ആൻഡ് ദ ബാക്ക്. ബോളെന്നാണ് പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇത്രയും പറഞ്ഞല്ലോ. അല്ല, അത് നീ പറയണമല്ലോ സ്വാഭാവികമായിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടതല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിക്കും വിസ്പർ ചാലഞ്ച്. അത് ലാസ്റ്റ് ആയിട്ട് ഹൈലൈറ്റ്സ് ആണ്. അപ്പൊ ഇനിയിപ്പോ നീ അടുത്ത ചോദിക്കുന്നതിൽ വലിയ പ്രസക്തി. എന്നാലും എന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചെടുക്കും. അഥവാ പറയാൻ പറ്റില്ല. എനിക്ക് 3. കുഴപ്പമില്ല, 6ന്റെ പകുതി വരെ ഒന്നില്ലേ. ഇനി അടുത്തൊരു മൂവി കൊടുക്കാം കേട്ടോ. ഞാൻ മൂവി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മ വന്നതാ, നാടോടിക്കാറ്റ്. അതാണ് മൂവി, നാടോടിക്കാറ്റ്. ഓക്കെ, കേട്ടാ? ഒന്നുമില്ല, പറയട്ടാ. ഇങ്ങനെ കയറ്റി വെച്ചാ ഒന്നുമില്ല. ഊരണ്ട കേക്കാവോ? സംശയം എടുത്ത് വെച്ചോ. അപ്പൊ കേട്ടാ? എനിക്ക് കേട്ടൂടാ. സംശയം എന്ത് കഷ്ടമാണ്. ഞാൻ പറയാം. എന്തോ താങ്കളുടെ രാജ്യം. ചായ കുടിച്ചോന്നു? രാജി ചീത്ത വിളിക്കുന്നത്. താക്കോല്. രാജ. ലാസ്റ്റ് ടാസ്ക്. എന്തോ ടാസ്ക്. രാജ്. ഞാൻ തോറ്റ്. നാടോടിക്കാറ്റ് സിനിമ പറഞ്ഞതാണ് ഞാൻ. നാടോടിക്കാറ്റാ ഞാൻ കണ്ടിട്ടില്ല. സിനിമയുടെ സീൻസ് ഒക്കെ ഞാൻ സിനിമ ശരിക്കും എടുക്കണം. ഇപ്പൊ ദൈവത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുന്നു.
എന്റെ ഭാര്യ ജയിച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്കത് പറഞ്ഞാൽ പോരെ. ഇനിയിപ്പോ എന്തിനാ പറ, ഇന്ന് രാത്രി പൊട്ടിക്കറി വേണം. വന്നപ്പോ എന്തായിരുന്നു ഭയങ്കര ഡയലോഗ് ആയിരുന്നു, ഞാൻ ജയിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടോ? നീ മീശയൊക്കെ താത്തി വെച്ചോ? പിന്നെ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടോ? എന്ത് സിമ്പിൾ ഭയങ്കര പെട്ടി ഓട്ടോറിക്ഷ. അത് ഞാൻ പറയാം, 2 എണ്ണം എന്റെ പാടുണ്ടായിരുന്നു. ഒന്ന് പെട്ടി ഓട്ടോറിക്ഷയും പിന്നെ ഒന്ന് നമ്മുടെ പാട്ടും, അതായത് പെർഫെക്റ്റ് ഓക്കെ പാട്ട്. അത് 2 മാത്രമേ ഇത്തിരി ടാസ്ക് ഉള്ള സാധനം ഇട്ടുള്ളൂ. ബാക്കി എല്ലാം ഒരു പറയാൻ പറ്റുന്ന സാധനം. പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതങ്ങ് പാടായിട്ടുള്ള. എന്റെ വാ അനങ്ങുന്നത് കാണാൻ പറ്റുന്നില്ല, എന്റെ മീശയും താടിയും ബ്ലോക്ക് ചെയ്യുന്നത് തുടക്കത്തിൽ പറഞ്ഞ ആളാണ്. ഞാൻ വായിക്കകത്ത് ഇങ്ങനെ കേറി ഇരുന്ന് നോക്കിയാണ്. എന്തെങ്കിലും ആക്കോട്ടെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു ഫൺ സാധനം ചെയ്യണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതാണ്. കുറെ പേര് ചെയ്യുന്ന കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാ. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു ചലഞ്ച്. ഇങ്ങനത്തെ ചാലഞ്ച് വേണ്ട, ഞാൻ ജയിക്കുന്ന ചാലഞ്ചുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് വേണ്ട, എനിക്ക് ജയിക്കുന്നത്. ഇപ്പൊ ഒരെണ്ണം അവള് ജയിച്ചില്ല, അടുത്ത ഞാൻ ജയിക്കട്ടെ പ്ലീസ്. നല്ല ചാലഞ്ച്. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുകളിലിടുന്നുണ്ട്. അങ്ങനെ പുതിയ ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അതെ, ഞങ്ങളുടെ ചാനൽ ഒത്തിരി ഒരു വ്യൂസ് കയറുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അതേപോലെ കയറുന്നില്ല. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ 500 സബ് കഴിഞ്ഞായിരുന്നു, അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചില്ല, ഇപ്പം സംസാരിക്കുന്നുമില്ല. അപ്പോൾ അതിന് ബിഗ് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ഉണ്ടാവുക. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബൈ ബൈ.